വിശ്വാസവും പ്രാർത്ഥനയും അദൃശ്യമാണ്, പക്ഷേ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു. നമ്മൾ വസിക്കുന്ന ഈ ലോകത്ത് അഗോചരമായ പലതുമുണ്ട്. ഉദാഹരണത്തിന് വായുവിനെ കാണാൻ പറ്റത്തില്ല, എന്നാൽ വായു ഇവിടെ ഉണ്ട് തന്നെ. നേരെ കാണുന്നത് മാത്രം വിശ്വസിക്കുന്ന പല മനുഷ്യരുമുണ്ട്. നേരെ കാണുന്നത് പോലും സത്യമല്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പോൾ വിശ്വാസമാണ് എല്ലാത്തിനും ആധാരം. പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും മനുഷ്യൻ്റെ മനസ്സിൽ മാറിയും മറിഞ്ഞും കടന്നു വരാറുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അത് ശരിയാകുമോ, വിജയിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു വരും. ഇങ്ങനെയുള്ള ചില സംഘർഷങ്ങൾ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കും. ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ, ഈ കാര്യം നടക്കണേ എന്ന് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ, അതുമല്ലെങ്കിൽ ആ കാര്യം നടന്നുവെന്ന് സ്വപ്നം കണ്ടാൽ, എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ആ കാര്യം സാധിച്ചിരിക്കും. എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാവുന്നവർ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യോഹന്നാൻ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മരിച്ച് കല്ലറയിൽ അടക്കിയ ലാസറിനെ 4-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ലാസറിൻ്റെ സഹോദരി മാർത്തയോട് പറഞ്ഞ വചനമാണിത്. വിശ്വാസികളെ ഓരോരുത്തരെയും ഇന്നും കോരിത്തെരിപ്പിക്കുന്നുണ്ട് ഈ വചനം. നമ്മുടെ കൈപിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുന്നു ഈ വചനം. അവിശ്വാസികളെയും ഈ വചനം മാടി വിളിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നാൽ മനസ്സ് നിറയെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയുമായിരിക്കും. പ്രാർത്ഥനയും വിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കി തരും. ലാസറിനെ ഉയർപ്പിച്ചതുപോലെയുള്ള അവിശ്വസനീയമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടുത്തി തരും. വിശ്വസിക്കുക, വിശ്വാസത്തിൽ പ്രവർത്തിക്കുക, വിശ്വാസത്തിൽ ജീവിക്കുക, വിശ്വാസത്തോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. ലൂക്കായുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. ശുഭദിനം.